ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ എവിടെയോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഞങ്ങൾ ആനുവൽ ഡേക്ക് വന്നിരിക്കുകയാണ്. ആരോമല്ല സ്കൂളിൽ, വട്ടിശ്ശേരി സ്കൂളിൽ ആനുവൽ ഡേ ആണ്. യാത്രയപ്പ്, ലത ടീച്ചറെ യാത്രയപ്പ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സീറ്റ് ഒഴിഞ്ഞാൽ കിട്ടിയാൽ മതി എന്ന് വെച്ചിട്ട് ഇരിക്കാൻ വേണ്ടി കാത്തിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി നീറ്റപ്പോൾ വേഗം അതിൽ പോയിരുന്നു. അപ്പോൾ രണ്ടാളും എൻ്റെ മടിയിൽ കയറിയിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല വൈബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ട് സെറ്റായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവർ കുറച്ച് കുട്ടികളുടെയൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ പിള്ളേരുടെയൊക്കെ. അപ്പോൾ അവറ്റങ്ങളൊക്കെ വേഗം ഉറങ്ങുമല്ലോ. കുട്ടികൾ വേഗം ഉറങ്ങുമ്പോൾ വേഗം അവരുടെയൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സ്കൂൾ തുറന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ലത ടീച്ചറുടെ ഫ്രണ്ട്സ് വന്നിട്ടുള്ളത്. പിന്നെ കുട്ടികളുടെ ഡാൻസ് എന്ന് പറഞ്ഞാൽ പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയായിരുന്നു. അത് ജിത്തുട്ടൻ്റെ ഡാൻസ് ആട്ടോ, എന്താ പൊരിച്ചില്ല വെച്ചിട്ടാ, അടിപൊളിയായിരുന്നു. അത് കഴിയുമ്പോഴേക്കും ആരമല്ല ഡാൻസ് വന്നു. മുക്കാവില എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് ആട്ടോ. അവൻ ഇങ്ങനെ പൊരിഞ്ഞ് തുള്ളിയിട്ട് സ്റ്റേജിലൊക്കെ ഇങ്ങനെ മേക്കപ്പ് ഇട്ടിട്ട് അവൻ തന്നെ മനസ്സിലായില്ല അവനെ അവൻ്റെ ഫേസ് തന്നെ അറിയണുണ്ടാകുന്നില്ല എങ്ങനെ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആയിട്ട് നല്ല സെറ്റായിട്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ എങ്ങനെ ഡാൻസൊക്കെ പഠിക്കണ്, പാട്ടൊക്കെ പാടണ, ഇങ്ങനെ ഇതൊക്കെ സെറ്റാവണമെന്ന്. ഒരു ഡാൻസിലല്ലല്ലോ, 2-3 ഡാൻസൊക്കെയാണ്. പിന്നെ ഈ ഒരു ഒപ്പന നല്ല രസമുണ്ട് കേട്ടോ. പഴയ ഒപ്പനയും പുതിയ ഒപ്പനയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഒപ്പന, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അത് ഒരു പകുതി എത്തിയപ്പോഴേക്കും എൻ്റെ മകൾ ഉറങ്ങി, പാർട്ടി ഉറങ്ങി. അപ്പുറത്ത് ലച്ചുമോൾ ഉറങ്ങി, അമ്മയുടെ അടുത്തായിരുന്നു അവൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പോയി. അതുകൂടാണ്ട് അമ്പു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആൾക്കാരിങ്ങനെയല്ലേ, നിറയെ ആൾക്കാരും. അതിൻ്റെ ഇടയിൽ ഹിഷാം അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടി കേട്ടോ. അപ്പോൾ അവന് ഇങ്ങോട്ട് പാടൽ തുടങ്ങിയപ്പോഴേക്കും ഇവിടെ കുട്ടികൾ ഇങ്ങോട്ട് ഡാൻസ് കളിച്ചിട്ട് അങ്ങനെ നമ്മളിങ്ങനെ മുട്ട് എന്താ പറയുക, ഇപ്പോഴത്തൊക്കെ ട്രെൻഡിങ് പാട്ടുകൾ ഉണ്ടാവുമല്ലോ, എന്തൊക്കെ പറയും, വായിക്കൊള്ളാത്തൊരു പാട്ടുകൾ, അതൊക്കെയാണ്. അപ്പോൾ ഉണ്ടോ ചെക്കന്മാരൊക്കെ ഇങ്ങോട്ട് അടിച്ച് അർമാദിച്ച് കളിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മുട്ടും തട്ടൊക്കെ ആയിട്ടും നല്ല രസം കേട്ടോ. പാട്ടും അതിൻ്റെ ആ സൗണ്ട് പൊട്ടിയുടെ നേരെ മുന്നിലേ ഞങ്ങളിരുന്നായിരുന്നു. ചെവിട് പോയില്ലാന്നേ ഉള്ളൂ, പക്ഷെ നല്ല അടിച്ച് പൊളിച്ചു. കുട്ടികൾ ഈ പൊടിയൊക്കെ ഇങ്ങോട്ട് പാറിച്ചിട്ടേ ഡാൻസ് കളിച്ചിട്ടുണ്ടോ, പൊടി പാറിന കണ്ടിട്ടുണ്ടാവും. അങ്ങോട്ട് പാറിച്ചിട്ട് മൂക്ക് പൊത്തി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നിറങ്ങി നീച്ചപ്പോഴേക്കും ഇറങ്ങി നീച്ചു കേട്ടോ പാർട്ടി. ഉണ്ടോ ചെക്കന്മാരെന്താ കളി നോക്കിയൊക്കെ, അടിപൊളി. എന്നിട്ട് പിന്നെ ടീച്ചേഴ്സ് കേട്ടോ, അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, ഒരു വെറൈറ്റി. പിന്നെ അവിടെ അടുത്ത് SMA കരാട്ടയുടെ ഒരു ഇതുണ്ട്, ക്ലബ്ബ്. അപ്പോൾ അതിൻ്റെ ഇതിൽ കുട്ടികളുടെ കുറച്ച് ഇതാട്ടോ, ഒരുപാട് കുട്ടികൾ, ഒരുപാട് കാലം നല്ല രസമുണ്ട്. കിക്ക് ബോക്സിങ്ങും കരാട്ടെ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലവിടെ ഉള്ള കുട്ടികളാണ് ഇത് ചെയ്തത്. അപ്പോൾ അത് കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇടയിൽ കൂടെ അങ്ങനെ ഒരു വൈബ്, ഫുൾ ടൈം ഡാൻസും അവർ പ്രസംഗവും കാര്യങ്ങളാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഈ കരാട്ടയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിതൊന്നും കാണാത്തല്ലേ. അപ്പോൾ മക്കളും ഇതിങ്ങനെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇത് പിന്നെ ജിത്തു കണ്ണൻകുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവർ ഉണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികളാണ്, അപ്പോൾ അവരുടെ ഉണ്ടായിരുന്നു. പിന്നെ ഉറുമിയുടെ ഇതുകൊണ്ട് ചെയ്യുന്നതാണ്, നല്ല രസമുണ്ട് കേട്ടോ, നല്ല സ്റ്റൈലുണ്ട്. എന്താ ചെയ്യുന്നതാണ് വെച്ചിട്ടാ. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കരാട്ടയുടെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ആ ഒരു ടൈമിൽ അത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ഓരോ കുട്ടികളുടെ സ്കില്ല് നമ്മളത് അപ്രിസിയേഷൻ തന്നെ ചെയ്യണം. ഇതിൻ്റെ അമ്പാടിയിൽ കിച്ചു, റയാൻ, കണ്ണൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമ്മുടെ അവിടുത്തെ കുട്ടികളാണ്, ഏട്ടൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു കളി. ഇവർ ഓൾറെഡി ആ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്, 5ാം ക്ലാസ്സിലേക്കായി, ഒരു 4ാം ക്ലാസ് വരെയുള്ള സ്കൂള്. അപ്പോൾ ഇത് പിന്നെ എൻ്റെ ഇടത്തിയമ്മയുടെ ഡാൻസ് കേട്ടോ, 5ൽ ഇടത്തിയമ്മയുടെ ഡാൻസ്. പിന്നെ ദിവ്യ ചേച്ചി, എന്താ സുന്ദരി ചേച്ചി, അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാരൻസ് ഡാൻസ് ഉണ്ടല്ലോ, അതാണിത്. അവർ കുറേ ദിവസങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് അവസാനം സ്റ്റേജിൽ കയറി. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പാരൻസ് ഡാൻസ്, ഇപ്രാവശ്യം ഇവർ 4 പേരേ ഉള്ളൂ. പിന്നെ ഓരോ ഇതായിട്ട് എൻ്റെ അടുത്തേമ്മ ഉണ്ടാവലുണ്ട് സാധാരണ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളവിടുത്തെ കുട്ടികൾ ഇവരൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഡാൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ കളിക്കുന്നത്. ഞങ്ങളത് വീടിൻ്റെ തൊട്ടാണ് ഡാൻസ് കളിക്കണ ഇതേ. അപ്പം അവിടെ പോയിട്ട് ഞങ്ങളിങ്ങനെ കുറേ നേരം കാണും, എന്നിട്ട് അങ്ങോട്ട് പോരും. നന്നായിട്ട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ എഫേർട്ട് കാണാനുണ്ട്, എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട് കാണാനുമുണ്ട്. നന്നായി ഉണ്ടായിരുന്നു അവരൊക്കെ ഡാൻസ്. ഇതൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർ എന്താ തന്നെ ഇതാക്കിയിട്ടുള്ളതാട്ടോ, അങ്ങനെ വാടകയ്ക്ക് എടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് സൂപ്പറായിരുന്നു. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി, അവർ കളിച്ചതിന് നല്ലൊരിത് കിട്ടി.
ഇത് പിന്നെ അവരുടെ ഒരു രണ്ട് സെറ്റ് പാട്ടായിരുന്നു, മിക്സിങ്ങൊക്കെ ആയിട്ട് ആ കുട്ടികളുടെയും ഇവരുടെ എല്ലാവരുടെയും ഇങ്ങനെ. പിന്നെ ഇവിടെ അടുത്തുള്ളൊരു കുട്ടികൾ ഡാൻസ് കളിച്ചതാണ്. പിന്നെ ഇത് വേറൊരു ടീമാട്ടോ, നമ്മളവിടെ തന്നെ. ഇതൊക്കെ നമ്മളവിടുത്തെ കുട്ടികളാണ്, ചേച്ചിമാരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. സെറ്റായിരുന്നു. എന്താ വെച്ചാൽ പൊളിച്ചു പരിപാടി. ആനുവൽ ഡേ എന്നൊന്നും പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നല്ലൊരു പരിപാടി, എനിക്കിഷ്ടമായി. എന്താ വെച്ചാൽ അവിടെ അടുത്തുള്ള സ്കൂളായതുകൊണ്ട് നമുക്കിങ്ങനെ പോവും താവൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ കാണാനും പറ്റി. നല്ലൊരു വൈബായിരുന്നു. എല്ലാവരും അടിച്ച് പൊളിച്ചു. ഇവർ കളിച്ചതും അടിപൊളിയായിട്ടുണ്ട്. കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്തതും എല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം. അവർ അങ്ങനെ ഹാപ്പി ആയിട്ട് അവർ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഏട്ടൻ വന്നിട്ട് കുട്ടികളെ 4 പേരെയും ഏട്ടത്തിയമ്മേനെയും കൊണ്ടുപോയി. അപ്പോൾ ഞാനും അമ്മയും കൂടെ നടന്നു പോകുന്നു. റോഡ് എങ്ങനെ നടന്നു പോകുന്നു. 2 മണി 2:30 ഞങ്ങൾ പോരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.